ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെന്താ ഞാൻ എവിടെയാ നിൽക്കുന്നതെന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത് അല്ലേ. ഞാൻ റേഷൻ കടയിലാണ് നിൽക്കുന്നത്. എൻ്റെ പൊന്നുമക്കളെ, റേഷൻ കടയിൽ നിന്ന് എനിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഫ്രീ ആയിട്ട് കിട്ടിയെന്നറിയോ? ഇത് എവിടുത്തെ റേഷൻ കടയാണെന്നറിയോ? നമ്മുടെ ചെന്നൈയിലെ റേഷൻ കടയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. എനിക്ക് പൊങ്കലിന് കിട്ടിയതാണ് ഈ സാരി. ഒക്കെ ഫ്രീ ആണ് കേട്ടോ, ക്യാഷ് ഒന്നും കൊടുക്കണ്ട. ഒരു സാരി കിട്ടിയിട്ടുണ്ട്, ഒരു മുണ്ട് കിട്ടിയിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര, അരി, അങ്ങനെ ഒരുപാട് കരിമ്പ്, സ്വീറ്റ്സ്, എനിക്കങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഫ്രീയാണ്. നമ്മുടെ നാട്ടിലിങ്ങനെ കിട്ടുമോ മക്കളെ? ഇല്ലല്ലോ. ഇത് ചെന്നൈയാണ് മക്കളെ, ചെന്നൈ. അതാണ്, എല്ലാം നമുക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പം അങ്ങനെ പൊങ്കൽ, എങ്ങളുടെ പൊങ്കൽ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പൊങ്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെലിബ്രേറ്റ് ആയിട്ടോ. നമ്മുടെ നാട്ടിൽ ഓണമൊക്കെ ആഘോഷിക്കുന്നില്ല, അതേപോലെയാണ് പൊങ്കൽ. അപ്പം അങ്ങനെ പൊങ്കലിൻ്റെ രാത്രി ഞാൻ ഇക്കായുമായിട്ട് ചുമ്മാ സ്കൂട്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോവുകയാണ് കേട്ടോ. മക്കളെ കൊണ്ടുപോയില്ല, അവർ വരുന്നില്ലെന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങൾ രണ്ടുകൂടെ പോയി ഫുഡൊക്കെ മേടിച്ചോണ്ട് വരാമെന്ന് വിചാരിച്ച് പോയിട്ട് അങ്ങനെ മക്കൾക്ക് ഫലൂഡ വേണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അങ്ങനെ ഫലൂഡ മേടിക്കാൻ കയറി. അതിന് തൊട്ട് ഷോപ്പിൽ തന്നെ ഷവർമ്മ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ 5 മിനിറ്റ്സ് അടുത്ത് തന്നെയാണ് ഈ ഷോപ്പ് കേട്ടോ. അപ്പോൾ ഇക്കയാണെങ്കിൽ ഷവർമ്മ മേടിച്ചുകൊണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ, ഞങ്ങൾ സ്കൂട്ടി എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഫലൂഡയും മേടിച്ച് ഷവർമ്മയും മേടിച്ച് ഞങ്ങൾക്ക് വേറെ കുറച്ച് സ്ഥലത്തൂടെ പോകണമായിരുന്നു. അങ്ങനെ, അതായത് നമ്മുടെ പൂച്ച ഉണ്ടല്ലോ, നമ്മുടെ പൂച്ചയ്ക്ക് ഫുഡൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ പൂച്ചയ്ക്ക് ഞാൻ കഴുത്തിലിടുന്ന 2 മണി മേടിച്ചിട്ടുണ്ടായിരുന്നു, പഴകി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മണ്ണ് വേണമായിരുന്നു, ബാത്റൂം പോകാൻ 2 ചാക്ക് മണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് കൊടുക്കാനുള്ള ഒരു ടാബ്ലറ്റാണ് കേട്ടോ. നമ്മൾ കൊക്കപ്പുഴുവിനൊക്കെ കഴിക്കത്തില്ല, അതേപോലെയുള്ള ടാബ്ലറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ലവ് ബേർഡ്സിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. അങ്ങനെ നമ്മുടെ ഒരു കുക്കറാണെങ്കിൽ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറൊന്ന് ശരിയാക്കണമായിരുന്നു. അതിന് കുക്കർ അടിച്ചു പോയ രംഗം കാണിച്ചില്ല കേട്ടോ. പൊട്ടിത്തെറിച്ച എൻ്റെ പൊന്നു മക്കളെ, പോയി രക്ഷയില്ല. അപ്പോൾ കുക്കർ ശരിയാക്കി. ഞാനൊരു പുതിയ കുക്കർ അപ്പം തന്നെ അന്ന് തന്നെ എനിക്ക് വാങ്ങിച്ചു തന്നു. എന്നാലും ഞാൻ കുക്കർ ശരിയാക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ അവർ ഈ കുക്കർ ശരിയാക്കി പുതിയതുപോലെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും റെഡിയാവുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പുതിയ കുക്കർ വാങ്ങില്ലായിരുന്നു കേട്ടോ. കറക്റ്റ് നന്നായിട്ട് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. പുതിയ കുക്കർ വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് പുതിയ കുക്കർ വാങ്ങിച്ച് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞില്ല, ഞാൻ വീട്ടിലായിരുന്നു. അപ്പോൾ ഇക്ക ഈവനിങ്ങിൽ ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് പുതിയ കുക്കറുമായിട്ടാണ് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുക്കർ പൊട്ടിത്തെറിച്ചത് കാണിച്ചില്ല കേട്ടോ. ഇങ്ങനെയാണ്, ഞാൻ അതിനകത്ത് കഞ്ഞി വെച്ചതാണ് കേട്ടോ, പൊടിയേരി കഞ്ഞി. അതെല്ലാം പൊട്ടിത്തെറിച്ച് ഗ്യാസിനകത്തുനിന്ന് വെളിയിൽ വന്ന് ചാടി അവിടെ എല്ലാം റെഡിയായി നല്ല പരുവത്തിലായി കിടപ്പുണ്ട്. ഞാൻ ചിരിക്കുന്നു പറഞ്ഞപ്പോൾ, പക്ഷേ ഇത് ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഷവർമ്മയൊക്കെ മേടിച്ച് ഫലൂഡയും മേടിച്ച് വീട്ടിൽ വന്നു. മക്കളും ഞങ്ങളുമായിട്ടിരുന്ന് ചുമ്മാ ഈവനിങ്ങിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി ഐസ്ക്രീം ആ ടേബിളിൽ കിടപ്പുണ്ടായിരുന്നേ. ജൂലി ഇട്ട് നക്കുന്ന കണ്ടില്ലേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കല്ലേ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.